ഇന്ന് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് A1 ഡാൻസ് കോസ്റ്റ്യൂം ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത്. ആമിക്ക് വേണ്ടി ഫാൻസി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. അവിടെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ജാൻസി റാണിയാണ് സെലക്ട് ചെയ്തത്. നമ്മൾ ഡ്രസ്സും വാങ്ങി നേരെ പോകുന്നത് നവംബർ 13-നാണ് കേട്ടോ. ഇതിപ്പോൾ 14th മോർണിംഗ് ആണ്. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഓണായിട്ട് റെഡിയാകുന്നുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഇൻട്രസ്റ്റിലാണ് കേട്ടോ. അപ്പാണ് മോളെ റെഡിയാക്കുന്നത്. അപ്പായും മോളും തമ്മിൽ ഭയങ്കര എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് റെഡിയാവുന്നുണ്ട്. അപ്പായിക്ക് പിന്നെ മകളുടെ കാര്യത്തിൽ എല്ലാത്തിനും കൂട്ടുന്നോളൂ. പിന്നെ എനിക്ക് സാരി ഉടുക്കുക എന്ന് പറയുന്ന കാര്യം ഒട്ടും അറിയില്ല. പ്ലീറ്റ് എടുക്കാൻ പോയിട്ട് അതെങ്ങനെയാണ് വരുന്നതെന്ന് പോലും ഞാൻ വേണമെങ്കിൽ തിരിച്ചു അത് ഉടുത്തു വയ്ക്കും. അത്രയ്ക്ക് എനിക്കറിയില്ല. പക്ഷേ അപ്പായിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അതിങ്ങനെ ജോക്കടിച്ചിട്ടുണ്ട് കൊണ്ടാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് എല്ലാ ഓർണമെൻറ്റ്സും നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. റെൻറ്റിനാകട്ടോ എടുത്തത്. അത് കഴിഞ്ഞ ശേഷം അപ്പ ഹെയറൊക്കെ സെറ്റ് ചെയ്തു. ഇതൊക്കെ ഞങ്ങളുടെ അപ്പായിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോളുടെ കൂടെ എന്ത് കാര്യത്തിനും ആൾ പുറകെ നിൽക്കും. അങ്ങനെ അതിൻ്റെ ആ തലപ്പാവൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് വെച്ചുകൊണ്ട് പോയാൽ പുള്ളിക്കാരിക്ക് ഇറിറ്റേഷനാണ്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി കൈജുവിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ സ്നാക്സ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൈജു എന്ന് പറയുന്നത് അപ്പാടെ സിസ്റ്ററിൻ്റെ മകളാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ തന്നെ അവരെ പോയി കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പിള്ളേർക്ക് ഭയങ്കര വൈബാണല്ലോ. അപ്പോൾ ആമിക്കുട്ടീനെയും അവരെയും എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോയി. എന്നത്തെ പോലെ ഞങ്ങൾ ഇന്നും ലേറ്റായിട്ട് തന്നെയാണ് പോയത്. പക്ഷെ അവിടെ പ്രോഗ്രാം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പായും മകളും കൂടെ കൈയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതിനിടയ്ക്ക് അപ്പായിക്ക് എന്തൊക്കെയോ പെർഫെക്ഷൻ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആളൊരു പെർഫെക്ഷനിസ്റ്റാണ്. പിന്നെ നേരെ ക്ലാസ്സിലേക്ക് പോയി ചെസ് നമ്പർ വാങ്ങി. 126 ആയിരുന്നു അവളുടെ ചെസ് നമ്പർ. പിന്നെ ഒരു ഫൈനൽ റൗണ്ട് ഓഫ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ അപ്പ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ശ്രദ്ധക്കുട്ടി വന്നത്. ശ്രദ്ധയും സെയിം ഡ്രസ്സ് തന്നെ, അതും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടുപേരും ഒരു ട്വിൻസ് പോലെ രണ്ടും ഒരേ രീതിയിലിരുന്ന്. പക്ഷേ ആൾ ഭയങ്കര ഓണായിരുന്നു. പിന്നെ അപ്പം അത് ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണ് എന്തൊക്കെ കാണിക്കണം. പക്ഷെ നമുക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എല്ലാ കുട്ടികളും സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ചെസ് നമ്പർ അനുസരിച്ച് വരിയായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് വിളിച്ചു തുടങ്ങി. ഭാരതാംബ വന്നു. ബാക്കിയുള്ള കുട്ടികളെല്ലാം ഭയങ്കര ഓണായിരുന്നു. പിന്നെ ജഡ്ജസും ഇങ്ങനെ മാർക്കൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് അവളുടെ ഫ്രണ്ട്സ് എൽഹാം ഇതളൊക്കെ. അത് കഴിഞ്ഞ് നമ്മുടെ താരം കയറി കേട്ടോ. താരം അത്യാവശ്യം നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൈസൊക്കെ പിന്നീട് അനൗൺസ് ചെയ്യുമെന്ന് മിസ്സ് പറഞ്ഞു. പിന്നെ ആഫ്റ്റർനൂൺ അവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അവൾ നിന്നില്ല. ഐഷും കൈജും ഉള്ളപ്പോൾ അവൾ നിൽക്കുമോ. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി കയറി എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോന്നു. താങ്ക്